കുറച്ച് ഇളമ്പക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇളമ്പക്ക എന്നാണ് പറയുക. അപ്പം ഇത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കുന്നു. അടുപ്പത്ത് വെച്ചിട്ട് ഞാനിത് തിളപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കറി നമ്മളെ നല്ല ഇളമ്പക്ക കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ചട്ടിയിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ഇളമ്പക്ക ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളക്കണം. അങ്ങനെ ഇളമ്പക്ക ഞാനിതാ ഒരു ചട്ടിയിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ഇത് തണിഞ്ഞതിന് ശേഷം ഇതിനുള്ളിൽ നിന്ന് ഇളമ്പക്ക എടുക്കാൻ, എന്നിട്ട് കറി വെക്കാൻ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ ഇളമ്പക്ക എല്ലാം വൃത്തിയാക്കി വെച്ചു. അതിൽ ഉപ്പ് മുളകൊക്കെ പുരട്ടി അതിനുശേഷം ഞാൻ തേങ്ങ, കുറച്ച് പുളി, നമ്മുടെ നാടൻ പുളി കുറച്ച് പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം ഞാൻ തേങ്ങ അരപ്പ് ഞാൻ ഇതിലേക്ക് അരച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകം ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇളമ്പക്ക പുഴുങ്ങാനെടുത്ത വെള്ളം അത് ശകലം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഇളമ്പക്ക നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിക്കുമ്പോൾ കിട്ടുന്ന ആ വെള്ളം, ഈ ഒരു വെള്ളമുണ്ട് നമ്മൾ ഒഴിച്ച ആ വെള്ളം, അത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കണം. ഞാൻ തേങ്ങ അരക്കുമ്പോൾ ഈ വെള്ളം ശകലം ആ തേങ്ങേൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു തക്കാളിയും ഒരു പച്ചമുളക്, 1-2 പച്ചമുളക്. ഞാൻ ഇതിൽ ഇഞ്ചി ഉപയോഗിക്കുന്നില്ല. ഇഞ്ചി ഇട്ടാൽ ഒരു ടേസ്റ്റ് മാറും, അതുകൊണ്ട് ഇഞ്ചി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു 2 പച്ചമുളകും ഒരു തക്കാളി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മുറിച്ചിടും. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഞാൻ ഈ ഇളമ്പക്ക വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിക്കുക. കാരണം അതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ കറി ആ വെള്ളവും കൂടി ഒഴിച്ച് കറി തയ്യാറായത് കാണിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇളമ്പക്ക പുഴുങ്ങുന്നത് ഞാൻ കാണിച്ച് വീഡിയോ. അപ്പോൾ ഇളമ്പക്ക പുഴുങ്ങി നമ്മളതിൽ നിന്നും അതിൻ്റെ ഇറച്ചി എടുത്തു. ഇറച്ചി എടുത്തതിന് ശേഷം അതിനാവശ്യത്തിലുള്ള ഉപ്പ്, മുളക്, മഞ്ഞൾ പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ വച്ചിട്ടുണ്ടാകും. അതിന് ശേഷം ഞാൻ അരപ്പ് ഒരു തേങ്ങ ചിരവി എടുത്തു. അതിൻ്റെ അകത്ത് തേങ്ങ അരക്കുമ്പോൾ ശകലം ഞാൻ നമ്മളെ മരപ്പുളി ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു 2 പച്ചമുളകും. ഇതിൽ ഇഞ്ചി ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് മറ്റൊരു സാധനം വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് കഞ്ഞിയുടെ വെള്ളമല്ല, നമ്മുടെ കഞ്ഞിയുടെ വെള്ളമല്ല, ഇളമ്പക്ക വേവിച്ച വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇളമ്പക്ക നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, കാരണം പൂഴി ഉണ്ടാവും. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് വേവിക്കാൻ വെക്കേണ്ടത്. കാരണം ആ വെള്ളം നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളമാണിത്. ഈ വെള്ളത്തിലാണ് ഞാൻ നമ്മുടെ തേങ്ങ അരപ്പ് അരച്ചത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഈ ഇളമ്പക്കയുടെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കുറച്ചും കൂടി ഞാൻ ഇളമ്പക്ക വേവിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ അതൊന്ന് വേവിക്കുക. ഒരു കാരണം ഓൾറെഡി ഇളമ്പക്ക വെന്തതാണ്. അപ്പോൾ ഈ തേങ്ങ പീരിയും കൂടി തേങ്ങ അരപ്പ്, പീരിയല്ല അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് കറി തിളക്കണം. പിന്നെ ഒരു കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഞാനത് കാണിക്കാം. അതിനുശേഷം താളിപ്പുണ്ട്, അതും കൂടി ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ഇളമ്പക്ക കറി തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഈ തണ്ടോടുകൂടി കറിവേപ്പില ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം കറി തിളച്ചു വന്നു. ഇനി ഇതിൽ ഒരു താളിപ്പ് വേണം. താളിപ്പ് എന്ന് പറയുമ്പോൾ കടുകും നമ്മളെ ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് കടുകും ഉള്ളിയും കൂടിയിട്ട് നല്ലൊരു ബ്രൗൺ നിറത്തിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇടുക. സൂപ്പറായിരിക്കും. നമ്മൾ പൊതുവേ കല്ലുമ്മക്കായ, ഇളമ്പക്ക, അതുപോലെ തന്നെ ചെമ്മീൻ ഇതൊക്കെ വെക്കുമ്പോൾ കടുക് താളിക്കും. കടുകും അതുപോലെ തന്നെ ഉള്ളിയും. അപ്പം അതും കൂടി താളിച്ചിട്ട് ഞാൻ കറി കാണിക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചെറിയ ഉള്ളിയാണ് സാധാരണ ഇട, പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ വലിയ ഉള്ളിയുടെ ചോറുണ്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളി ഇങ്ങനെ
നല്ല ബ്രൗൺ നിറത്തിലേക്ക് കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാക്കാം. ഇതിലേക്കാണ് കടുക്. ചെറുപ്ര പൊട്ടുന്ന നമ്മുടെ കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഒരു വീഡിയോയിൽ അത് കണ്ടവർക്ക് മനസ്സിലാകും തീ അങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാ കടുക് ചെറുപ്ര പൊട്ടുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒക്കെ നല്ലൊരു ബ്രൗൺ നിറത്തിലേക്കായിട്ടുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് തീ ഓഫ് ചെയ്തിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇടാം. തീ ഞാൻ ഓഫ് ചെയ്തു. കടുക് പൊട്ടുന്നുണ്ട്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതാ. നല്ല നമ്മുടെ കണ്ണൂർ എളമ്പക്കാന്ന് പറയുക. ചില നാട്ടിന് എരുത് എന്നും പറയും. നമ്മളിവിടെ എളമ്പക്കാന്നാണ് പറയാറ്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അടിപൊളി നമ്മുടെ എളമ്പക്ക കറി തയ്യാറായി.